ഹലോ. പഴങ്കഞ്ഞി ഈസ് ദ സീക്രട്ട് ഓഫ് മൈ എനർജി. പഴങ്കഞ്ഞി കഴിക്കാൻ കുറേ നാളായിട്ട് ആഗ്രഹിക്കണേണേ. അപ്പോൾ ഇന്നാണ് എനിക്ക് ഒത്തു വന്നത്. ഇന്നിപ്പോൾ ഞാൻ ലീവായത് കാരണം ഞാൻ അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ തലേ ദിവസത്തെ അയിലക്കറിയും അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിയും കാന്താരിയും ഒക്കെ കുത്തിച്ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ നമ്മുടെ വാളംപുളിയും ചുവന്നുള്ളിയും ഇടിച്ച മുളക് പച്ച വെളിച്ചെണ്ണ ഇതൊക്കെ ഇട്ട് നല്ലൊരു അടിപ്പൻ ചമ്മന്തിയും പിന്നെ അതുകൂടാതെ നല്ല കണ്ണിമാങ്ങ അച്ചാറ് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നേ. അച്ചാർ ഞാനിട്ടതല്ല, കടയിൽ നിന്ന് മേടിച്ചതാണ്. അടിപൊളി അച്ചാറായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ നങ്ക് ഉണ്ടായിരുന്നു, നങ്ക് വറുത്തെടുത്തായിരുന്നു. അപ്പം നങ്ക് ഞാൻ നല്ല ബിസ്ക്കറ്റ് പോലെ ക്രിസ്പി ആയിട്ടാണ് വറുത്തെടുത്തത്. പിന്നെ നല്ല പുളിയുള്ള തൈരാണ്. ഈ പുളിയുള്ള തൈരൊക്കെയാണ് നമുക്ക് മോരുകാറിനൊക്കെ വേണ്ടി ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി തൈരും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കഞ്ഞിയൊക്കെ വെള്ളമൊക്കെ ഒഴിച്ച് വെച്ച് കാലത്ത് തന്നെ പിന്നെ അതിലേക്ക് കുറച്ച് പൊടിയുപ്പൊക്കെ ഇട്ട് നമ്മുടെ തൈരിന് പൊക്കത്തേക്ക് ഉള്ളിയും കാന്താരി മുളകും നമ്മുടെ അയിലക്കറി, കണ്ണിമാങ്ങ അച്ചാറ്, നങ്ക് വറുത്തത്, ഉപ്പും മുളകും, അയ്യോ ഒരാളെയും കൂടെ പറയാൻ മറന്നുപോയി, തേങ്ങാ ചമ്മന്തി, തേങ്ങയും മാങ്ങയും കൂടെ ചമ്മന്തി അരച്ചതും കൂടെ ഉണ്ടായില്ല. ഇത് ഒരു രക്ഷയില്ലാത്ത ഫുഡാണ്. ശരിക്കും നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ ഉപയോഗിക്കണ പുട്ടും ഇഡ്ഡലിയും ദോശയൊന്നും ഒന്നുമല്ല പഴങ്കഞ്ഞിയുടെ മുമ്പിൽ. ഇതങ്ങാട് വയറ് നിറച്ചങ്ങാട് കുടിച്ചു കഴിയുമ്പോൾ ഹൗ എന്താ ഒരു സുഖം. എന്നിട്ട് അതങ്ങാട് നന്നായിട്ട് കഴിച്ചിട്ട് ലാസ്റ്റ് ആ വെള്ളം അത്രയും കറികളൊക്കെ ചെന്ന തണുത്ത പഴങ്കഞ്ഞിയിലേക്കുള്ള ആ ഉപ്പൊക്കെ ഉള്ള ആ വെള്ളം അങ്ങോട്ട് കുടിക്കണം. വൗ, എന്താണെന്നറിയില്ല, ഇത് പറയുമ്പോഴും ഈ വീഡിയോ കണ്ടുകൊണ്ട് സൗണ്ട് കൊടുക്കുമ്പോഴും എനിക്ക് ശരിക്കും വായിൽ വെള്ളം വന്നുണ്ട്. നമ്മളുടെ മക്കൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ്. അപ്പോൾ ഇടയ്ക്കൊക്കെ പിള്ളേർക്ക് നമ്മുടെ പഴഞ്ചോറൊക്കെ എടുത്ത്, പഴങ്കഞ്ഞി തണുത്തോറെന്നൊക്കെ പറയും, പഴങ്കഞ്ഞിയൊക്കെ എടുത്ത് നല്ല ചോറൊക്കെ ഒന്ന് ചൂടാറിയൊക്കെ കഴിഞ്ഞ് ഇത്തിരി നേരം വെള്ളത്തിലൊക്കെ കുറച്ച് അധികം നേരമൊക്കെ ഇട്ട് കൊടുത്താൽ മതി. തലേദിവസത്തെ ചോറൊന്നും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണ്ട. നമ്മളെയൊക്കെ പോലെ ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്ക് അതൊന്നും വയറിന് പിടിച്ചെന്ന് വരില്ല. എന്നിട്ട് നല്ല തൈരും നല്ല നല്ല കറികളും ഒക്കെ കൂട്ടിയിട്ടൊക്കെ കൊടുക്കണം. പിള്ളേരും നമ്മൾ കഴിച്ച ആ പണ്ടത്തെ പഴങ്കഞ്ഞിയുടെ സ്വാദൊക്കെ അവരും ഒന്നറിയട്ടെ. നമ്മളൊക്കെ അത്ര നിസ്സാരക്കാരായിരുന്നില്ല. അത്രയും ഹെൽത്തി ആയിട്ടുള്ള നല്ല അടിപൊളി ഫുഡൊക്കെയാണ് നമ്മൾ കഴിച്ച് വളർന്നതെന്ന് അവരൊന്ന് കാണിച്ചു കൊടുക്ക്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഒക്കെ കണ്ടതിന് ശേഷം അഭിപ്രായം പറയണം. അപ്പോൾ ഓക്കെ, ബായ്.